ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവയാണ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് ഒന്നാണ് സെൽഫ് എടുക്കുന്നില്ല എന്നാണ് കംപ്ലൈൻ്റ് ആയിരുന്നത്. അതായത് സെൽഫ് സ്റ്റാർട്ട് ആവാതെ വരുമ്പോൾ കിക്കറിന് നമ്മൾ പതുക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെൽഫ് അടിക്കും. ആ രീതിയിലൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നത്. പിന്നെ കിക്കർ അടിക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ കിക്കർ അടിച്ച് നോക്കി, കിക്കർ അടിച്ച് സ്റ്റാർട്ട് ആവണതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കംപ്രഷൻ കുറച്ച് കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട്. കാരണം കിക്കർ ഇച്ചിരി ഫ്രീ ആയിട്ട് പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടോ. കംപ്ലൈൻ്റ് അല്ല, ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിക്കർ ഇച്ചിരി ബലക്കുറവ് പോലെയൊക്കെ തോന്നുന്നുണ്ട്, കംപ്രഷൻ ലീക്ക് പോലെ. പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ആംകോൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്ന ബാറ്ററി. 12 വോൾട്ട് 5 ആമ്പറിൻ്റെ ബാറ്ററിയാണ്. പഴയ മോഡൽ 5 ആമ്പർ, പൊക്കം കൂടിയ മോഡൽ. നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ കണ്ടോ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. വോൾട്ട് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലൈൻറ്റ് കാണിക്കണേ. കൂടി നമുക്കതൊന്ന് ഫീൽ ചെയ്യണത് ഈ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് മാത്രമാണ്. സാധാരണ രീതിയിൽ അങ്ങനെ വരുമ്പോൾ 2 രീതിയിലെ പ്രശ്നം കാണിക്കാം. സെൽഫ് മോട്ടർ ചില കംപ്ലൈൻറ്റ് ആണെങ്കിൽ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റിനെയും ഈ സെയിം രീതിയിൽ കാണിക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കുറേ നേരം ടെസ്റ്റ് അടിച്ച് നോക്കിയിട്ടും സെൽഫ് ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എടുക്കണമുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലൈൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ വരാനാണ് സാധ്യത കൂടുതൽ. എനിക്ക് തോന്നുന്നു ബാറ്ററി വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിനെ ഒന്ന് വാറണ്ടിക്ക് അയച്ചൊന്ന് മാറ്റി മേടിക്കുകയാണെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കിക്കറിൻ്റെ കേസൊക്കെ നോക്കാൻ വെറുതെ അഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല, പ്രത്യേകിച്ച് കറക്റ്റായിട്ട് അടിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ പ്രശ്നമാണ് തോന്നുന്നുള്ളൂ. വേറെ യാതൊരു കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടണം. ഞാൻ ഇന്നലെ തുടങ്ങി നോക്കണതാണ്, ഇന്നലെ നോക്കി. ഇന്ന് രാവിലെ വന്ന് അടിച്ച് നോക്കുമ്പോഴും ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങാണ്. കിക്കർ അടിക്കുമ്പോഴാലും വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്. ഓൾറെഡി കംപ്ലൈൻറ്റ് നമുക്ക് പ്രത്യേകിച്ചൊരു കംപ്ലൈൻറ്റ് കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞ് ചെക്ക് ചെയ്യും, അതാണ് വേറെ രസം. പിന്നെ ബാക്കിയത്തെ ടെസ്റ്റ് അടിക്കുമ്പോൾ കാണുന്നതാണ് ഈ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ്. എനിക്ക് തോന്നുന്നു വാറണ്ടി പീരീഡിലുള്ളതാണെന്നുണ്ടെങ്കിൽ കാഴ്ചയിൽ വലിയ പഴക്കം തോന്നണില്ല. വാറണ്ടി പീരീഡിലുള്ളതാണെങ്കിൽ ഒരു ബാറ്ററി ഒന്ന് മാറ്റി മേടിച്ച് നോക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കംപ്ലൈൻറ്റ് കാണിക്കാനത്. അപ്പോൾ അങ്ങനെ വാറണ്ടി പീരീഡിലാണെങ്കിൽ മാറ്റി മേടിക്കുകയാണെങ്കിൽ അതൊന്ന് വെച്ച് നോക്കാം. അങ്ങനെ നോക്കാം, അങ്ങനെ പറ്റുള്ളൂ. എന്നിട്ട് കാണിക്കിട്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെൽഫ് മോട്ടറിൻ്റെ പ്രശ്നമാണെങ്കിലും ശരിക്കും സെൽഫ് മോട്ടർ ഇടയ്ക്ക് അങ്ങനെ പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുമ്പോൾ ഇടയ്ക്ക് കംപ്ലൈൻറ്റ് കാണിക്കണം. ഇത് അങ്ങനെയും കാണിക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നോക്കാം. വീണ്ടും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ കംപ്ലയിൻറ്റ്സ് നമുക്ക് കിട്ടിയാലും നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കണതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ വന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നം കാണിക്കണില്ല. ഓക്കെ.